ഈശംശിയായി സ്നേഹമുള്ളവരെ, രാമനാഥപുരം രൂപതയുടെ ഡിഡാക്കെ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാനിന്ന് നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന ചില ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ചോദ്യം ഇതാണ്, അതായത് സ്ത്രീകൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതിന് ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമേ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ചോദ്യം. അത് നമുക്കറിയാം, ബൈബിളിൽ ഈശോയുടെ ജനനത്തിന് ശേഷം 40 ദിവസത്തിന് ശേഷമാണ് പരിശുദ്ധ അമ്മ ഈശോയും കൊണ്ട് ഔസപിതാവിനോട് കൂടി ദേവാലയത്തിലേക്ക് പോയത്. അത് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിലെ ലേവ്യരുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ പ്രസവാനന്തരമുള്ള അശുദ്ധിയും അതുപോലെ തന്നെ അതിൽ നിന്നുള്ള വിടുതലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാലോ, അത് മോശ വഴി നൽകപ്പെട്ട കൽപ്പനകളുടെ പ്രമാണങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പല മതങ്ങളിലും ഉള്ള ഒരു ആചാരമാണ്. അത് യഹൂദ പാരമ്പര്യത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് അതിന് അർത്ഥമാക്കുന്നതാണ്, ഒന്ന് ഈ ബ്ലഡ് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബ്ലഡ് പോകുന്ന അതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു അശുദ്ധി, ആ അശുദ്ധിയിൽ നിന്നുള്ള മോചനം, സിംബോളിക്കലായിട്ടുള്ളൊരു മോചനം. രണ്ടാമതായിട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന വഴിയായിട്ട് ബലഹീനമാകുന്ന, ശാരീരികമായി ശക്തി കുറയുന്ന ഒരു സ്ത്രീയുടെ ഫിസിക്കൽ റിക്കവറി, അല്ലെങ്കിൽ ഏതാനും ദിവസം വിശ്രമിച്ച് അങ്ങനെ ഫിസിക്കലായിട്ട് റിക്കവർ ചെയ്യണം, അങ്ങനെയുള്ളതൊക്കെയാണ്. ആ ഒരു അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. പക്ഷെ അതേസമയം നമ്മൾ പുതിയ നിയമത്തിലേക്ക്, നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇന്നിപ്പോൾ അങ്ങനെ ചില മതങ്ങളുണ്ടെങ്കിലും ക്രിസ്തീയ വിശ്വാസവും കത്തോലിക്ക സഭയുടെ പ്രബോധനം അനുസരിച്ച് അങ്ങനെ ഒരു ഇമ്പ്യൂരിറ്റി, പ്രസവാനന്തരം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് സ്ത്രീക്ക് ദേവാലയത്തിൽ വരാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒരു പ്രത്യേക പ്രബോധനവും ആചാരമൊന്നും കത്തോലിക്ക സഭയിലില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം മാമോദീസയിലൂടെ ആദ്യ പാപത്തിൻ്റെ അല്ലെങ്കിൽ ജന്മപാപത്തിൻ്റെ കറകളിൽ നിന്ന് വിമോചിതരായി അവർ ദേവാലയത്തിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞിന് മാമോദീസ നൽകുന്നതോട് കൂടി തന്നെ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും അവരുടെ കൂടെ തന്നെ ദേവാലയത്തിൽ പ്രവേശിച്ച് അങ്ങനെ കൃതജ്ഞത, ഒരു കുഞ്ഞിനെ നൽകിയതിന് നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ ആ കുഞ്ഞിനെ സമർപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഡിഗ്നിറ്റി ഓഫ് വിമൻ, സ്ത്രീയുടെ മഹത്വം കൂടി ഹൈലൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് മാറ്റി നിർത്തുക, ഒരു സ്ത്രീയെ കുഞ്ഞിന് ജന്മം കൊടുത്തതിൻ്റെ പേരിൽ അശുദ്ധയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആ ഒരു പാരമ്പര്യം കത്തോലിക്ക സഭയിൽ ഇല്ല. അത് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നൊരു പാരമ്പര്യമാണ്, മറ്റു ചില മതങ്ങളിലുള്ള പാരമ്പര്യമാണ്. പക്ഷെ നമ്മൾ ഇന്നത് ഒരിക്കലും അത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല. പ്രധാനമായിട്ട് ഇത്രയേ ഉള്ളൂ, ഒന്ന് ഡിഗ്നിറ്റി ഓഫ് വിമൻ, പിന്നെ ഏതാനും ദിവസങ്ങൾ ആ സ്ത്രീക്ക് കുഞ്ഞിന് ജന്മം കൊടുത്തതിന് ശേഷം ഫിസിക്കൽ റിക്കവറിക്ക് വേണ്ടിയുള്ള ഒരു വിശ്രമം, ആ അർത്ഥത്തിലാണ്. അല്ലാതെ കുഞ്ഞിന് ജന്മം കൊടുത്തതിൻ്റെ പേരിൽ സ്ത്രീ അശുദ്ധയാണ് എന്നുള്ള രീതിയിൽ ആളെ മാറ്റി നിർത്തുന്നത് ഒന്നും യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയിൽ ഇല്ല. ഈ കാര്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ദൈവശാസ്ത്രജ്ഞന്മാരുടെയിലും ഒക്കെ ഒരുപാട് ഡിബേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ സഭ അതിനെ ഒരു വിലക്കായിട്ട് കാണുന്നില്ല. മാമോദീസയിലൂടെ ഒരു കുഞ്ഞിന് ജന്മഭാവത്തിൽ നിന്ന് മോചനം നൽകി സഭയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ആ കുഞ്ഞിനോട് കൂടി തന്നെ അത് അമ്മയും അപ്പനും ഒക്കെ വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് കുഞ്ഞിന് ദേവാലയത്തിൽ ദൈവത്തിന് കാഴ്ചവെക്കുന്ന ഒരു കർമ്മമാണ് നമുക്കുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള മാറ്റി നിർത്തലൊന്നും കത്തോലിക്ക സഭയിൽ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമതായിട്ട് എനിക്ക് വന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, അതായത് ദൈവം പരിപൂർണ നന്മയാണെങ്കിൽ എന്തുകൊണ്ടാണ് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സഹനങ്ങൾ ഉണ്ടാകുന്നത്? അതാണ് ചോദിക്കുന്ന ചോദ്യം. നമ്മളത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം, നമ്മുടെ വിശ്വാസം അനുസരിച്ച് ദൈവം പെർഫെക്റ്റ്ലി ഗുഡ്, സോഴ്സ് ഓഫ് ഗുഡ്നെസ് ആൻഡ് സോഴ്സ് ഓഫ് പെർഫെക്ഷൻ. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവിടെ തിന്മയ്ക്കോ ദുഷ്ടതയ്ക്കോ ഒന്നും യാതൊരു സ്ഥാനവുമില്ല. അതേസമയം ദൈവം മനുഷ്യരുടെ ആ സ്വതന്ത്രമായ മനസ്സിനെ
സ്വതന്ത്രമായ തീരുമാനത്തെ ബഹുമാനിക്കുന്നു. അങ്ങനെ ബഹുമാനിക്കുന്ന വഴിയായിട്ട് അവൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ, വേദനകൾ, ദുഷ്ടതകൾ ഉണ്ടാകുന്നെങ്കിൽ അതിന് കാരണം ദൈവമല്ല, മറിച്ച് അവൻ്റെ സ്വതന്ത്രമായ ബുദ്ധിയും സ്വതന്ത്രമായ മനസ്സുപയോഗിച്ച് ചിലപ്പോൾ അരുതാത്ത ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട്, ധാർമ്മികതയ്ക്ക് വിരുദ്ധമായിട്ട് തെറ്റുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന അതിൻ്റെ കോൺസിക്വൻസസ്, അതുവഴിയായിട്ട് ഒരുപക്ഷെ സഹനങ്ങൾ ഉണ്ടാകാം. ആ സഹനങ്ങൾ ദൈവത്തിൻ്റെ നന്മയിലുള്ള പൂർണ്ണതയിലുള്ള കുറവല്ല, മറിച്ച് മനുഷ്യന് ദൈവം കൊടുത്തിട്ടുള്ള ആ സ്വതന്ത്രമായ ബുദ്ധിയും മനസ്സും തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അതൊക്കെ ചിലപ്പോൾ ദുരുപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ടും സഹനങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ സഹനങ്ങൾ ആ ഒരു രീതിയിൽ കാണുന്നു. രണ്ടാമതായിട്ട് സഹനങ്ങൾ വികാരിയസ് സഫറിങ് ആവാം. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഈ മനുഷ്യരെന്നുള്ള നിലയിലുള്ള പരിമിതികൾ അതുപോലെ ബലഹീനതകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പേരിൽ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകും. ആ സഹനങ്ങൾ അതൊരു വശം. രണ്ടാമത്തത് അങ്ങനെ ബലഹീനതകൾ ഇല്ലെങ്കിലും സഹനങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈശോ ഒരു ബലഹീനത ഇല്ലാത്ത വ്യക്തിയായിരുന്നു, പക്ഷേ ഈശോ ഒരുപാട് സഹിച്ചു. ആ സഹിച്ചത് ആർക്ക് വേണ്ടിയാണ്? മനുഷ്യവർഗത്തിന് വേണ്ടിയിട്ടാണ്. വികാരിയസ് ആയിട്ടുള്ള സഫറിങ് ആണത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കുറവില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുന്നതും സഹനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം പരിപൂർണനാണ്. ദൈവം എല്ലാ നന്മകളുടെയും ഉറവിടമാണ്. ദൈവം ഒരിക്കലും സഫറിങ് തരുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ, നമുക്ക് തന്നെ വളർച്ചയുണ്ടാകാൻ, ദൈവത്തിലേക്ക് കുറച്ചുകൂടി ആത്മീയമായിട്ട് അടുക്കാൻ, ധാർമ്മികമായിട്ട് അടുക്കാനായിട്ട് ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളാണ്. ആ അവസരങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് കാണണം. നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിനും വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടേതായ രീതിയിലുള്ള നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെയുള്ള കാര്യം. ആ രീതിയിലാണ് നമ്മൾ സഹനത്തെ കാണേണ്ടത്. അല്ലാതെ ഈ ലോകത്തിലെ തിന്മകളും സഹനങ്ങളും ദൈവം നമുക്ക് തരുന്നതല്ല. ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു. അതിനെ നല്ല അർത്ഥത്തിലെടുക്കുന്ന വഴിയായിട്ട് അത് നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തന്നെ വളർച്ചയ്ക്കും വിശുദ്ധീകരണത്തിനുമുള്ള ഒരു കാറ്റലിസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ സഫറിങ് എന്ന് പറയുന്നത്. ദൈവം നമുക്കായിട്ട് മനസ്സാകുന്നതല്ല, നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സഹനങ്ങൾ നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് രണ്ടാമതായിട്ട്.